തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിനടുത്ത് കല്ലറ എന്ന ഗ്രാമത്തിൽ എ സുഭാഷിതൻ നായരുടെയും കെ ബി തങ്കമണി അമ്മയുടെയും മകനായി 1961 ഒക്ടോബർ 4 ടി എസ് ഗോപകുമാർ എന്ന കല്ലറ ഗോപൻ ജനിച്ചത്. സംഗീത പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഗോപൻ എന്ന കുട്ടി പാട്ടിൽ തൽപരനായിരുന്നു. ഞാൻ 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ തന്നെ അധ്യാപകരുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് ചോദിക്കുമായിരുന്നു, ടീച്ചറെ ഞാനൊരു പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിക്കും. നീ പാടൂ, അന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അന്ന് ഞാൻ പാടിയ പാട്ടാണ് 1000 പാസരങ്ങൾ. മുഴുകി 1000. പിന്നീട് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് ഗാനപ്രവീണ ബിരുദം പൂർത്തിയാക്കി. പഠനത്തിനൊപ്പം തന്നെ ഗാനമേളകൾക്കും നാടകങ്ങൾക്കും വേണ്ടി ഗാനങ്ങൾ ആലപിച്ചു. ആദ്യമായി വേദിയിൽ പാടിത്തുടങ്ങുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ്. നല്ലൊരു ലളിതഗാനം ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം പാടുന്നതാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ കീഴിൽ ഒരു സംഘഗായകർ എന്നൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പിൽ നമ്മുടെ പ്രഗത്ഭരായ ഒരുപാട് ഗായകർ പങ്കെടുത്തൊരു ട്രൂപ്പായിരുന്നു. അതിൽ വിപ്ലവ ഗാനങ്ങൾ, ലളിതഗാനങ്ങളൊക്കെ പാടുന്ന ഒരു ടീമായിരുന്നു. അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു വേദിയിൽ പാടുന്ന ഒരു ഗാനമേള എന്ന നിലയിൽ കടന്നു വരുന്നത്. പദങ്ങളേ പദങ്ങളേ പത്മകുമാരികളേ. അതെനിക്ക് ഓർമ്മയുണ്ട്. വളരെ കുഞ്ഞുനാളിലായിരുന്നു, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയം. 1983 മുതൽ സജീവമായി തന്നെ പ്രൊഫഷണൽ ഗാനമേളകളിലും പ്രൊഫഷണൽ നാടകങ്ങളിലും പാടിത്തുടങ്ങി. കഴിഞ്ഞ 4 പതിറ്റാണ്ടിന് മേലെയായി കല്ലറ ഗോപൻ എന്ന ഗായകൻ മലയാളിയുടെ സംഗീത ലോകത്ത് നിറസാന്നിധ്യമായി തന്നെയുണ്ട്. അധികം ഒച്ചവയ്ക്കാതെ സൗമ്യ സാന്നിധ്യമായി. സിനിമ എന്ന ജനകീയ കലയിലെ പാട്ടുകൾ പലതും ഹിറ്റായപ്പോഴും ആ മായിക വലയത്തിൽ അദ്ദേഹം മതിമറന്നില്ല. പകരം സംഗീതമാണ് ജീവവായു എന്ന ഉറച്ച വിശ്വാസത്തിൽ അതിൽ മുഴുകി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. സിനിമയിൽ വളരെ കുറച്ചേ പാടിയുള്ളൂവെങ്കിലും പാടിയതെല്ലാം ഒന്നിനൊന്ന് മികച്ച ഗാനങ്ങൾ. കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു, മാമയിൽ പീലി പോലഴകോലും ചെമ്പതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു, മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി. ശരിയേത് തെറ്റേത് നിജമേത് നിഴലേത്, ഉദയത്തിനും അസ്തമയത്തിനും ഒരേ നിറഭേദജാലം പകരുമാകാശത്തിൻ അതിരേത്. എങ്ങും ചന്ദനഗന്ധം നിറയും സന്ധ്യയിലീ വാനിൽ, എങ്ങും ചന്ദനഗന്ധം നിറയും സന്ധ്യയിലീ വാനിൽ. എവിടേക്കേകാകിനിയായി താഴ്ന്നു പറക്കുന്നു പക്ഷി, എൻ പൊന്മേഘ പക്ഷി. കഴിഞ്ഞ 4 പതിറ്റാണ്ടു നീണ്ട സംഗീത സപര്യയിൽ ഏറ്റവും കൂടുതൽ പാടിയത് നാടക ഗാനങ്ങളാണ്. ഏറ്റവും കൂടുതൽ ബഹുമതികൾ തേടിയെത്തിയതും നാടക ഗാനങ്ങൾക്ക് തന്നെ. ഞാൻ വന്നത് നാടകത്തിൽ നിന്നാണ്. നാടകത്തിൽ തന്നെയാണ് ഈ സമയവും ഞാൻ പ്രവർത്തിച്ചത്. 83 ഞാൻ ആദ്യമായിട്ട് വരുന്നത് പ്രൊഫഷണൽ 84 പ്രൊഫഷണൽ നാടകത്തിൽ പാടുന്നത്. അത് സൗവർണിക, തിരുവനന്തപുരം സൗവർണികയുടെ നാടകമായിരുന്നു. അമ്പ് എന്നായിരുന്നു ആദ്യത്തെ നാടകത്തിൻ്റെ പേര്. ആ നാടകത്തിൽ നാടക ട്രൂപ്പിനോടൊപ്പം ഓർക്കസ്ട്രയും ഹാർമോണിയം, തബല, ഗിറ്റാറ് ഇതെല്ലാം ഓർക്കസ്ട്രയായിട്ട് ഞാൻ പിന്നണി ഗായകനായിട്ട് ഇങ്ങനെ നാടകക്കാരോടൊപ്പം നടന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഗുരുനാഥൻ എന്നെ ഓടിച്ചിട്ട് പിടിച്ച് പഠിപ്പിക്കുന്ന ആളായിരുന്നു. ആ സാറിൻ്റെ അനുഗ്രഹം തന്നെയാണ് ഇപ്പം നമ്മൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. ബി ശശികുമാർ സാർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്ന് ഞാൻ പറഞ്ഞു നടക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ നാണക്കേടാത്. കാരണം സാറിൻ്റെ മഹാനായ വ്യക്തി, ഈ ഞാൻ പറ്റേ ഭാരതീയ സംഗീതത്തിൽ ഇത്രയും ഒരു 5 മഹാവിദ്വാൻമാരെ എടുക്കുകയാണെങ്കിൽ ശശികുമാർ അതിൽ പ്രധാന ഒരാളാണ്. മലയാള സംഗീത ശാഖയിലെ ഇതിഹാസങ്ങളായ ONV, ദേവരാജൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, MG രാധാകൃഷ്ണൻ, രാഘവൻ മാഷ്,
രവീന്ദ്രൻ തുടങ്ങി നിരവധി പ്രതിഭകളോടൊപ്പം കല്ലറ ഗോപൻ പ്രവർത്തിച്ചു. എന്നാൽ പിതൃതുല്യനായി കണക്കാക്കുന്ന അർജുനൻ മാഷിനൊപ്പമുള്ള സംഗീതയാത്രയാണ് ഗോപൻ എന്ന ഗായകനെയും മനുഷ്യനെയും വാർത്തെടുത്തത്. നിറവുള്ള കലാകാരനെന്ന നിലയ്ക്കും മനുഷ്യത്വമുള്ള മനുഷ്യനെന്ന നിലയ്ക്കും കല്ലറ ഗോപനെ പാകപ്പെടുത്തിയത്. 88 എൻ്റെ അച്ഛൻ എന്നെ വിട്ടുപിരിയുന്നു. അതുകഴിഞ്ഞ് 94 മുതൽ ഒരു പിതാവിൻ്റെ എല്ലാ വാത്സല്യവും സ്നേഹവും കരുതലും തന്നിട്ടാണ് ആ മനുഷ്യൻ പിരിഞ്ഞത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തിപരമായി വലിയ നഷ്ടം തന്നെയാണ്. കിട്ടാത്ത അവസരങ്ങളെക്കുറിച്ചുള്ള പരാതികളല്ല, കിട്ടിയ അവസരങ്ങളെ വേണ്ട വിധം പ്രയോജനപ്പെടുത്താനായി എന്ന സംതൃപ്തിയാണ് ഈ അതുല്യ കലാകാരന്റെ വാക്കുകളിൽ എപ്പോഴും. ഒരുപക്ഷെ അർജുനൻ മാഷിന്റെ സ്വാധീനം ഈ ധാരണകളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിച്ചതുമാവാം. അപ്പോൾ അദ്ദേഹം തന്ന അനുഗ്രഹം എൻ്റെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ ഒരു കലാകാരൻ എന്ന ഒരു മാതൃകാപരമായി എങ്ങനെ ജീവിക്കണം, മനുഷ്യത്വപരമായി എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തന്ന ആളാണ് അർജുനൻ. സംഗീതം കൂടുതൽ പഠിക്കുക, അതിനുവേണ്ടി നിരന്തരം ശ്രമിക്കുക. അർജുനൻ മാഷിന്റെയും നിലപാടുകൾ ഇതുതന്നെയായിരുന്നു. സംഗീതം തന്നെയാണ് എനിക്ക് താല്പര്യം, പക്ഷെ ഇപ്പോഴുള്ള രൂപത്തിലല്ല. സംഗീതം ഒത്തിരി പഠിക്കണം. എത്ര പഠിച്ചാലും അവസാനിക്കാത്തത്. സംഗീതം പോലെ ഈ ലോകത്ത് കീഴടക്കാൻ പറ്റുന്ന ഒരു സാധനമില്ല. കൂടുതൽ പഠിക്കണം, ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ വിദ്വാൻമാരുടെ കീഴിൽ പോയി അഭ്യസിക്കണം, പാട്ട് പഠിക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം. സംഗീത കുടുംബമാണ് കല്ലറ ഗോപന്റേത്. ഭാര്യ ശർമിള സംഗീതത്തിൽ ബിരുദം നേടിയ ഗായികയാണ്. മകൾ നാരായണി ഗോപൻ റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷക മനം കവരുകയും തുടർന്ന് നിരവധി ചലച്ചിത്ര ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. കഴിഞ്ഞ 4 പതിറ്റാണ്ടിന് മേലെയായി നമ്മുടെ സംഗീത ലോകത്ത് നിറസാന്നിധ്യമായി കല്ലറ ഗോപൻ. അനഘ സങ്കല്പ ഗായകനല്ല, അനഘ ഗായകനാണ് കല്ലറ ഗോപൻ. നിർമ്മലനായ പ്രിയ ഗായകന് വെള്ളിനക്ഷത്രം വേദിയിൽ സമാദരം. അസ്തമിപ്പിക്കുവാനാകുമോ എന്നിലെ അഗ്നിനക്ഷത്രങ്ങളെ, ഊതിക്കെടുത്തുവാനാകുമോ കണ്ണിലെ ഉർവരമാനങ്ങളെ. 4 പതിറ്റാണ്ടായി സംഗീത ലോകത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ച പിന്നണി ഗായകൻ കല്ലറ ഗോപന് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം സമ്മാനിച്ചു. ദുബായ് ഫോക്ലോർ തിയേറ്ററിൽ നടന്ന വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി മലയാള നാടക പ്രസ്ഥാനത്തിന്റെ അവിസ്മരണീയമായ ചരിത്രം അരങ്ങിൽ അവതരിപ്പിച്ച വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി എന്ന പരിപാടി കഴിഞ്ഞ ദിവസം ദുബായിൽ അരങ്ങേറി. എക്കാലത്തെയും പ്രശസ്തമായ നാടക ഗാനങ്ങളിലൂടെയും രംഗങ്ങളിലൂടെയും മലയാള നാടക ചരിത്രം കോർത്തിണക്കി UAE-യിലെ ഒരു കൂട്ടം കലാകാരന്മാരാണ് ഇതിന് ദൃശ്യാവിഷ്കാരം നൽകിയത്. നാടകരംഗത്ത് സജീവ സാന്നിധ്യമായി തുടരുന്ന കല്ലറ ഗോപൻ ചടങ്ങിൽ ആദരിച്ചു. അദ്ദേഹത്തിന് വേണ്ടി മകളും ഗായികയുമായ നാരായണി ഗോപൻ പ്രശംസാഫലങ്ങൾ ഏറ്റുവാങ്ങി. 3 മാസക്കാലം 80ഓളം കലാകാരന്മാർ നടത്തിയ നിരന്തരമായ പരിശീലനത്തിലൂടെ അരങ്ങേറിയ ഈ പരിപാടി പ്രവാസ ലോകത്തിന് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ് സമർപ്പിച്ചത്.